ഇരട്ട കൊലപാതക കേസിൽ വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവത്തിന് കാതോർത്തിരിക്കുകയാണ്. കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി പ്രസ്താവത്തിന്റെ ഭാഗമായ ചില വിവരങ്ങൾ പുതുതായി വരുന്നു. കൊലപാതകങ്ങൾ ചെയ്തതിൽ കുറ്റബോധമില്ല ചെന്താമരയ്ക്ക്. കോടതിയുടെ പരാമർശം സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയാണ് എന്ന കണ്ടെത്തലും കോടതി വിധിന്യായത്തിന്റെ ഭാഗമാക്കുകയാണ്. ഗോകുൽ, വിവരങ്ങൾ. തീർച്ചയായും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് രണ്ടെണ്ണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൊലപാതകങ്ങൾ ചെയ്തതിൽ പ്രതിക്ക് കുറ്റബോധമില്ല, സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഒരു ഭീഷണിയാണ്, അത് ഇത്തരത്തിൽ തന്നെ പുറത്തിറങ്ങുന്നതൊക്കെ തന്നെ ഒരു ഭീഷണിയാണ് എന്നുള്ളൊരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതൊരു പക്ഷേ ഉയർന്ന ശിക്ഷയ്ക്കുള്ള അല്ലെങ്കിൽ സാധ്യതകൾ കൂടി വിരൽ ചൂണ്ടുന്നതാണ്. വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ വിധി പ്രസ്താവം വരുന്നത്. കൊലപാതകങ്ങൾ ചെയ്തതിൽ കുറ്റബോധമില്ല ചെന്താമരയ്ക്ക് എന്ന കണ്ടെത്തലിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. വിധി പ്രസ്താവത്തിന്റെ ഭാഗമായി അക്കാര്യം പരാമർശിക്കുകയാണ്. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയാണ്. വീണ്ടും കൊലപാതകങ്ങളുടെ സാധ്യത കോടതി നിരീക്ഷിക്കുകയാണ്. ജാമ്യം ലംഘിച്ച് കൊലപാതകങ്ങൾ നടത്തി എന്നതും കോടതി വിധി പ്രസ്താവത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഗൗരവതരമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. മറ്റുള്ളവർക്കും ഭീഷണിയാണ്, വീണ്ടും കൊലപാതകങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് കോടതി. ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയാണ് കോടതി നൽകാൻ പോകുന്നത്? പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പ്രകാരം പരമാവധി ശിക്ഷയാണോ നൽകുക? നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിക്കുമോ എന്നതാണ് അറിയേണ്ടത്. അതല്ല, നേരത്തെ ആദ്യ കേസിൽ ഉണ്ടായതുപോലെ ജീവപര്യന്തം. ആദ്യ കേസിൽ 2019 സജിത വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷയായിരുന്നു ചെന്താമരയ്ക്ക്. ഇപ്പോൾ 2025 2 കൊലപാതകങ്ങൾ എന്ത് ശിക്ഷാവിധി എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം വ്യക്തതയുണ്ടാകും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒന്നാമത്തേത്, പ്രതിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിരിക്കുന്നു, അത് വിധി പ്രസ്താവത്തിന്റെ ഭാഗമാക്കുന്നു. രണ്ടാമത്തേത്, കോടതിയെ പോലും വെല്ലുവിളിച്ച ചെന്താമരയുടെ കോടതിയിലെ പ്രകടനങ്ങൾ, അക്കാര്യങ്ങൾ കൂടി വിധി പ്രസ്താവത്തിന്റെ ഭാഗമാക്കുന്നു. താൻ ഗാന്ധിജിയല്ല എന്നത് കോടതി പ്രത്യേകമായി, ചെന്താമര പറഞ്ഞ വാചകം പ്രത്യേകമായി വിധിയുടെ ഭാഗമാക്കുന്നു. മൂന്നാമതായി, കൊലപാതകങ്ങൾ ചെയ്തതിൽ കുറ്റബോധമില്ല എന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. നാലാമത്തേത്, സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയാണ്, അതായത് വീണ്ടും കൊലപാതകങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് എന്ന നിലപാടിലേക്ക് കോടതി, കണ്ടെത്തലിലേക്ക് കോടതി എത്തുന്നു. ജാമ്യം ലംഘിച്ചുള്ള കൊലപാതകങ്ങളാണ്, അക്കാര്യവും ഗൗരവതരമായി കോടതി എടുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ വിധി പ്രസ്താവത്തിന്റെ ഭാഗമാകുന്നു. അല്പസമയത്തിനകം ശിക്ഷാവിധി ഉണ്ടാകും. ഗോകുൽ, തീർച്ചയായും അല്പസമയത്തിനുള്ളിൽ തന്നെ ശിക്ഷാവിധി ഉണ്ടാകും. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള ചെന്താമരയ്ക്കെതിരായുള്ള പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ല, കൊലപാതകങ്ങൾ ചെയ്തതിൽ കുറ്റബോധമില്ല, പ്രതിക്ക് സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഒരു ഭീഷണിയാണ്, ജാമ്യം ലംഘിച്ചാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത്. ഇതെല്ലാം തന്നെ ഗൗരവ സ്വഭാവത്തിലുള്ള കണ്ടെത്തലുകളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിധിന്യായം പ്രസ്താവിക്കുന്നതിനിടയിലാണ് ഈ കണ്ടെത്തലുകൾ കോടതി നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഉയർന്ന വിധിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഉയർന്ന ശിക്ഷയിലേക്ക് തന്നെ പോകാനുള്ള സാഹചര്യം വ്യക്തമാവുകയാണ്. കോടതി ആ കണ്ടെത്തലുകളിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം എന്താണ് ശിക്ഷാവിധി എന്ന കാര്യത്തിൽ വ്യക്തത വരും. കോടതി വിധി പ്രസ്താവത്തിലേക്ക് കടന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ശിക്ഷാവിധിയുടെ ഭാഗമാക്കുകയാണ് കോടതി. ഈ കേസന്വേഷണത്തിലും വളരെ ശാസ്ത്രീയമായ തെളിവുകൾ ചെന്താമരയ്ക്ക് എതിരെ ശേഖരിക്കാൻ അന്ന് ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനം കൊടുവാളിലെ DNA സാന്നിധ്യമായിരുന്നു. സുധാകരനെയും ലക്ഷ്മിയും വെട്ടിക്കൊലപ്പെടുത്താൻ പ്രതി ഉപയോഗിച്ച കൊടുവാളിന്റെ മരത്തടി കൊണ്ടുണ്ടാക്കിയ പിടിയിൽ നിന്നും കൊല്ലപ്പെട്ടവരുടെയും പ്രതി ചെന്താമരയുടെയും DNA ഫോറൻസിക് സംഘം വേർതിരിച്ചെടുത്തിരുന്നു. കൊല്ലപ്പെട്ടവരുടെയും ചെന്താമരയുടെയും DNA സാമ്പിളുകൾ ഫോറൻസിക് സംഘം വേർതിരിച്ചെടുത്തത് അത് വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവായി ഈ കേസിൽ മാറി. അതിൽ നിന്ന് പ്രതിയുടെ സാന്നിധ്യവും പങ്കാളിത്തവും തർക്കമില്ലാതെ തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അക്കാര്യം കോടതി അംഗീകരിച്ചു. മാത്രമല്ല, രക്തക്കറ പുരണ്ട തുണിക്കഷ്ണം ഒരു വലിയ തെളിവായി മാറി. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോകുന്നതിനിടയിൽ കാട്ടിലെ മുള്ളിൽ കുടുങ്ങിപ്പോയ പ്രതിയുടെ വസ്ത്രത്തിന്റെ കഷ്ണങ്ങൾ പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിലുണ്ടായിരുന്ന രക്തക്കറ കൊല്ലപ്പെട്ട ഇരകളുടേതാണ് എന്ന് ലബോറട്ടറി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ തെളിവായി ഈ കോടതിയിൽ കേസ് തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷനെ സഹായിച്ചിട്ടുണ്ട്. ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് കോടതിയിൽ തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു, അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു. കൊലക്കത്തി വാങ്ങിയ കടക്കാരന്റെ മൊഴി അതിലേറ്റവും പ്രധാനമായി കോടതി പരിഗണിച്ചിട്ടുണ്ട്. ആയുധം വിറ്റ കടക്കാരനെ പോലീസ് പ്രധാന സാക്ഷിയാകുകയും കോടതിയിൽ ഇയാൾ മൊഴി നൽകുകയും ചെയ്തു. ഇയാൾ കൊലക്കത്തി വാങ്ങി എന്നത് കോടതിയിൽ തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും കഴിഞ്ഞിരുന്നു. കൊലവിളി നടത്തിയതിനും നിരവധി തെളിവുകൾ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങിയാൽ സുധാകരന്റെ കുടുംബത്തെ ഇല്ലാതാക്കും എന്ന് പലരോടും പറഞ്ഞു. അക്കാര്യവും അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്നതും കോടതി അംഗീകരിക്കുകയാണ്. അക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കൊലപാതകത്തിലേക്ക് നയിച്ചത് അന്ധവിശ്വാസമാണ് എന്നതും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. അയൽവാസിയെ സുധാകരന്റെ കുടുംബം ചെയ്ത ക്ഷുദ്രകർമ്മങ്ങളും ആഭിചാര ക്രിയകളും
ആണ് തൻ്റെ ഭാര്യയും മക്കളും തന്നിൽ നിന്ന് അകലാൻ കാരണം എന്ന് വിശ്വസിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ശിക്ഷാവിധി ഉണ്ടാകുന്നത്. കോടതിയുടെ ശിക്ഷാ വിധി പ്രസ്താവം തുടരുകയാണ്. കൊലപാതകങ്ങൾ ചെയ്തതിൽ കുറ്റബോധം ചെന്താമരയ്ക്കില്ല. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയാണ്. അതായത് വീണ്ടും കൊലപാതകത്തിനുള്ള സാധ്യത കോടതി നിരീക്ഷിക്കുകയാണ്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ അതിലെ വ്യവസ്ഥകൾ ലംഘിച്ചു. വീണ്ടും 2 കൊലപാതകങ്ങൾ സംഭവിച്ചു. ആ സാഹചര്യത്തെ ഗൗരവമായി കോടതി കാണുകയാണ്. ചെന്താമരയുടെ ശിക്ഷാവിധിക്ക് കാതോർത്തിരിക്കുകയാണ് കേരളം. നെന്മാറ ഇരട്ട കൊലപാതക കേസ് നാടിനെ ഒന്നാകെ നടുക്കിയ കേസാണ്. ആ കേസ് ആസൂത്രിതമായിരുന്നു. ശാസ്ത്രീയമായ ആ കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. കോടതി അക്കാര്യം ശരിവെക്കുകയാണ്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ജില്ലാ ഉദ്യോഗസ്ഥന്റെ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ പരിഗണിക്കപ്പെടുകയാണ്. മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിഗണിക്കപ്പെടുകയാണ്. മാനസിക പ്രശ്നങ്ങളില്ല, സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് എന്ന റിപ്പോർട്ട് ഉൾപ്പെടെ പരിഗണിക്കപ്പെടുകയാണ്. വിധി പ്രസ്താവത്തിന്റെ ഭാഗമായി ഈ റിപ്പോർട്ടുകളും ഉൾപ്പെടുത്തുകയാണ് കോടതി. പ്രതിക്ക് കുറ്റബോധം ഇല്ല എന്നതും തുടർച്ചയായി തന്റെ ചെയ്തികളെ ചെന്താമര ന്യായീകരിച്ചു എന്നതും ഇപ്പോൾ വിധി പ്രസ്താവത്തിന്റെ ഭാഗമാവുകയാണ്. തുടർച്ചയായി കൊലപാതകം കോടതിയിൽ ന്യായീകരിക്കുന്നു എന്നുകൂടി ഇപ്പോൾ കോടതി വിധി പ്രസ്താവത്തിന്റെ ഭാഗമായി കണ്ടെത്തുകയാണ്, നിരീക്ഷിക്കുകയാണ്. വിധി പ്രസ്താവത്തിന്റെ അവസാന ഭാഗത്തേക്ക് കോടതി എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ്. തുടർച്ചയായി കൊലപാതകം ന്യായീകരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ, പ്രതിക്കെതിരായ പരാമർശങ്ങളാണ് വിധി പ്രസ്താവത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഗോകുൽ. തീർച്ചയായും, അതായത് കോടതി വിധി പ്രസ്താവത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. കൊലപാതകങ്ങൾ ചെയ്തതിൽ പ്രതിക്ക് കുറ്റബോധമില്ല. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയാണ്. ജാമ്യം ലംഘിച്ച് കൊലപാതകങ്ങൾ നടത്തി. തുടർച്ചയായി കൊലപാതകം ചെന്താമര ന്യായീകരിക്കുന്നു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉടൻ തന്നെ എന്താണ് ശിക്ഷ എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് ഇപ്പോൾ കോടതിയുടെ മുൻപാകെ വരുന്നത്, അല്ലെങ്കിൽ കോടതിയിൽ നിന്നുണ്ടാകുന്നത്. കൊലപാതകങ്ങൾ ചെയ്തതിൽ കുറ്റബോധമില്ല പ്രതിക്ക് എന്നുള്ള കാര്യം, പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഈ ഒരു കേസിന്റെ ഉടനീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ കേരളം ഒന്നടങ്കം ഇത്തരത്തിലൊരു കൊലപാതകങ്ങൾ കാണാൻ, അല്ലെങ്കിൽ കേരളത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ഒരു കൊലപാതക കേസിൽ പുറത്തിറങ്ങിയതിന് ശേഷം അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഈ സംഭവത്തിന് ശേഷം ചെന്താമര ഒളിവിൽ പോയതും ഏകദേശം 2 ദിവസം രാവും പകലും തിരഞ്ഞതിന് ശേഷമാണ് ചെന്താമരയെ പോലീസിന് അന്ന് പിടികൂടാൻ കഴിഞ്ഞത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ചെന്താമരയുടെ വീട്ടിലെത്തിയതും അതിനുശേഷം ഈ കൊലപാതകം നടത്തിയതും. അപ്പോൾ ഒരു കൊലപാതകം കഴിഞ്ഞ് തുടരെ അടുത്തൊരു കൊലപാതകം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് അതീവ ഗൗരവമായ വിഷയമാണ്. അതോടൊപ്പം തന്നെ കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സുധാകരൻ്റെ മക്കൾക്ക് ചെന്താമര ഒരു ഭീഷണിയായി തുടരുന്നു എന്നുള്ളതാണ്. അതെല്ലാം കോടതി പരിഗണിക്കുന്നു. ഈ ഒരു കേസിൻ്റെ കോടതിയിലെത്തിയതിന് ശേഷം പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ ഈ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകളും അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും കോർത്തിണക്കാൻ അതിൽ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം 3 സാക്ഷികൾ മാത്രമേ ഈ കേസിൽ കൂറുമാറിയിട്ടുള്ളൂ. അതിൽ ഒരാൾ ചെന്താമരയുടെ സഹോദരനും മറ്റൊരാൾ സഹോദരൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ ചെന്താമരയുടെ ഒരു സുഹൃത്തുമാണ്. ആ സുഹൃത്തിൻ്റെ ഒരു മൊഴി അല്പം നിർണായകമായിരുന്നു എങ്കിൽ കൂടി അതെല്ലാം തന്നെ പ്രതിയുടെ സാക്ഷിയുടെ മൊഴി മാറ്റിയത്, അല്ലെങ്കിൽ സാക്ഷി മാറ്റിയത് വിശ്വാസയോഗ്യമല്ല എന്ന് കോടതി അന്ന് കണ്ടെത്തുകയും തുടർന്ന് അത് പിന്നീട് ഈ പറയുന്ന സാക്ഷി കൂറുമാറിയതായി പ്രഖ്യാപിക്കുകയോ ഒക്കെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ കൃത്യമായി ഈ ശാസ്ത്രീയ തെളിവുകളും അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും കോർത്തിണക്കാൻ പ്രോസിക്യൂഷനായി എന്നുള്ളതാണ്. പ്രതിയുടെ DNA ഫലം, അതായത് ഈ പറയുന്ന പ്രതി ചെന്താമര കൊല്ലാൻ ഉപയോഗിച്ച വെട്ടുകത്തിയിൽ സുധാകരൻ്റെയും അതോടൊപ്പം തന്നെ അമ്മ ലക്ഷ്മിയുടെയും ബ്ലഡ് സ്റ്റെയിൻസ് പകർന്നതൊക്കെ തന്നെ കോടതിക്ക് മുൻപാകെ എത്തി. അതിൻ്റെ റിപ്പോർട്ടുകൾ ലഭിച്ചു. അതെല്ലാം കോടതി പരിശോധിച്ചു. അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കുറ്റക്കാരനാണെന്നത് കണ്ടെത്തുമ്പോൾ ഇതിനു മുൻപുള്ള ഒരു പ്രീ ഹിസ്റ്ററി കൂടിയുണ്ട് ഈ കേസിൽ. ശരി, അല്പസമയത്തിനകം ശിക്ഷ എന്ത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും.